ഇംഗ്ലീഷ് അറിഞ്ഞാലും അതൊരു സംസാര ഭാഷയായി ഉപയോഗിക്കുന്നതിൽ നമ്മൾ മലയാളികൾ പൊതുവെ കുറച്ച് പിന്നോട്ടാണ്. ടെൻസൊക്കെ ശരിയാണോ എന്ന് നമ്മളിങ്ങനെ തലപുകഞ്ഞ് ആലോചിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതേസമയം മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരാകട്ടെ അവർ ആശയവിനിമയം എന്ന ഒറ്റ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് അവർ കൃത്യമായി കാര്യങ്ങൾ സംസാരിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇംഗ്ലീഷിനോടുള്ള ഈ ഒരു താല്പര്യക്കുറവ് അതങ്ങ് സുപ്രീം കോടതിയിൽ പോലും പരാമർശ വിഷയമായിരിക്കുന്നു എന്നതുകൊണ്ടാണ്. സംഭവം പറയാം. കേരളീയർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അതിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് സുപ്രീം കോടതി ജഡ്ജി സന്ദീപ് മേത്ത പറയുന്നത്. വിവാഹമോചന കേസ് കേരളത്തിൽ നിന്ന് പഞ്ചാബിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഹർജി അത് പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് സന്ദീപ് മേത്ത ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത്. കേരളത്തിലെ കോടതികളിൽ നടക്കുന്ന കേസിൽ ഭാഷ ഉൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഈ യുവതി സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ കേരളത്തിലെ കോടതികളിൽ ഇംഗ്ലീഷ് ഭാഷയിൽ വാദം നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഭർത്താവിൻ്റെ അഭിഭാഷകനോട് വാദിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളീയർക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അതിൽ സംസാരിക്കാൻ അല്പം താല്പര്യക്കുറവുണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. യുവതിയുടെ ഈ ആവശ്യം അംഗീകരിച്ച് കേസ് പഞ്ചാബിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനി കോടതി മലയാളികളെ ആകെ അപമാനിച്ചേ എന്ന് പറഞ്ഞ് വികാരമൊന്നും ആളിക്കത്തേണ്ട ആവശ്യമില്ല. കേസ് മാറ്റി കോടതി അത് വിടുകയും ചെയ്തു. സോ ജസ്റ്റ് റിലാക്സ്.